ഹലോ. ഹലോ. ഉം. ചേട്ടാ ഞാന് ഇന്നലെ മെസ്സേജ് അയച്ചിരുന്നു. ഇപ്പൊ സംസാരിക്കാൻ പറ്റിയ സമയമാണോ? സമയം ഇത്തിരി വൈകി, എന്നാലും പറയൂ. ആണോ? ഓക്കെ. ഞാൻ വിളിച്ചിരുന്നു, അപ്പോൾ കോള് ബിസി ആയിരുന്നു, അതാണ്. ആ. ഞാൻ താങ്കളുടെ വീഡിയോ ഇടയ്ക്ക് മിക്കപ്പോഴും കാണുന്ന ഒരാളാണ്. ഉം. ഞാനൊരു ക്രിസ്ത്യൻ വിശ്വാസിയാണ്. ഉം. അപ്പോൾ ഒരു മാസം മുന്നേയും പിന്നെ ഒരു 2 ആഴ്ച മുന്നേ ഒരു വീഡിയോ കണ്ടിരുന്നു. ഉം. അപ്പോൾ അത് കണ്ടപ്പോ ഒന്ന് സംസാരിക്കണം എന്ന് തോന്നി, ഉം. അങ്ങനെയാണ് വിളിക്കുന്നത്. ഉം. അപ്പൊ അതിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞില്ലായിരുന്നോ, ഇങ്ങനെ യേശുക്രിസ്തു വന്നത് ഉം. സ്ലേവറിനെ ഇത് ചെയ്യുന്നില്ല, അത് പ്രൊമോട്ട് ചെയ്യുന്നേ ഉള്ളൂ എന്നിങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നല്ലോ. ഉം. അപ്പൊ അതിന്റെ ഒരു ഇതിനെ സംസാരിക്കാൻ വേണ്ടി. ക്രിസ്ത്യാനിറ്റിയില് പിന്നെ സ്ലേവറി ബാൻ ഉണ്ടോ ബൈബിളില്? ക്രിസ്ത്യാനിറ്റിയിൽ സ്ലേവറി ബാൻ ചെയ്തു എന്ന് പറഞ്ഞൊരു വാക്കായിട്ട് ബൈബിളിൽ കൊടുത്തിട്ടില്ല. അത്രേ ഉള്ളൂ ഇസ്ലാമിന്റെയും പ്രശ്നം. ദാറ്റ് ഞാൻ മീൻസ് ഒരു സമൂഹത്തില് നിലനിന്നിരുന്ന ഒരു വ്യവസ്ഥിതി അത് തെറ്റാണ് എന്ന് പറയാത്ത കാലത്തോളം അത് എൻഡോസ് ചെയ്തു എന്ന് തന്നെയാണ് മനസ്സിലാക്കുക. ദൈവികമായ നിയമങ്ങളില് നിരുത്സാഹപ്പെടുത്താൻ ഉള്ള ശ്രമം ഉണ്ടായി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോചനത്തിന് പുണ്യം കൽപ്പിക്കുന്നതൊന്നും അടിമത്ത നിരോധനത്തിലേക്ക് നയിക്കാൻ പര്യാപ്തമായിട്ടുള്ള കാര്യങ്ങളല്ല. അതാണ് ഇസ്ലാമിലുള്ള പ്രശ്നം. ഇസ്ലാമില് ഫക്കു റക്കബ എന്ന് പറഞ്ഞിട്ട് ഖുറാനിലൊരു വചനമുണ്ട്. ആ മലമ്പാത താണ്ടി കിടക്കണം. എന്താണ് ആ മലമ്പാത? ആ മലമ്പാത അടിമയെ മോചിപ്പിക്കലാണ് എന്ന് പറഞ്ഞാൽ അത്രയും ദുർഘടമായിട്ടുള്ള ഒരു അവസ്ഥ ഇസ്ലാമിന്റെ സമ്പൂർത്തീകരണത്തിന് വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് താണ്ടിക്കടക്കേണ്ടുന്ന ഒരു മലമ്പാതയായിട്ട് അടിമമോചനം പറയുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് കാര്യമില്ല. അപ്പൊ അടിമത്ത മോചനം പുണ്യമായിട്ട് പ്രഖ്യാപിച്ചു. അടിമത്ത മോചിപ്പിക്കുന്നവർക്ക് പുണ്യം കിട്ടും എന്നൊക്കെ അതിനകത്തുണ്ട്. അതേപോലെ അടിമമോചനത്തിന് കരാർ എഴുതിയ അടിമകൾ ഉണ്ടെങ്കിൽ അവർക്ക് സഹായിക്കാൻ വേണ്ടി സക്കാത്തിൽ നിന്ന് ധനം വകയിരുത്തണം. അങ്ങനെയൊക്കെ ഉണ്ട് ഇസ്ലാമില്. പക്ഷെ നമ്മുടെ കൺസെപ്റ്റ് എന്താ വെച്ചാൽ, ഇസ്ലാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയോട് നമുക്ക് അതേ ചോദ്യം ചോദിക്കാം. സ്ലേവറി എന്ന് പറയുന്നത് ഒരു മാനവിക വിരുദ്ധമായ ഒരു തിന്മയായിട്ട് ഗണിക്കുകയോ മതത്തിന്റെ വക്താക്കളും മതത്തിന്റെ നിയമങ്ങളിലും അത് ഒരു തിന്മയായിട്ട് പറയുകയോ അത് നിരോധിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. മറ്റേ നമ്മള് മനുഷ്യരെ വിൽക്കരുതെന്നുണ്ട്. അതായത് ഇപ്പം അത് ഇസ്ലാമിലുണ്ട്. ഒരു സ്വതന്ത്രനായ ഒരു മനുഷ്യനെ വിറ്റ് തിന്ന് വിറ്റിട്ട് അതിന്റെ ഭക്ഷണം അടിമയെ വിൽക്കരുതെന്നാണ്. അടിമയെ വിൽക്കരുത് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. അടിമയെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യാം ബൈബിൾ അനുസരിച്ച്. ഞാൻ മനസ്സിലാക്കുന്നത് ബൈബിളിൽ അടിമയെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യാം. വാങ്ങുന്ന അടിമകളുടെ കുലം നോക്കിയിട്ട് അവർക്ക് പിന്നെ മോചനത്തിനുള്ള ഓപ്ഷൻസ് വെക്കുന്ന ഓപ്ഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അവരുടെ കുലം, ജാതി, അവരുടെ പ്രദേശമൊക്കെ നോക്കിയിട്ട്, അവരുടെ വംശം നോക്കിയിട്ട് ചില ഇളവുകളൊക്കെ ചിലയിടത്തൊക്കെ പറയുന്നത് കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പൊ ഞാൻ എന്റെ ഒരു വ്യൂ ആണ് ഞാൻ പറയുന്നത്. അതായത് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ബൈബിള് ഇപ്പൊ ഖുറാൻ അവതരിപ്പിച്ചിരിക്കുന്ന പോലെയല്ല. അതൊരു കുറെ വർഷങ്ങളായിട്ട് അവർക്കൊരു റൂൾസ് പോലെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ സ്ലേവറി എന്ന് പറയുന്നത് ദൈവം ഉണ്ടാക്കിയ ഒരു കാര്യമല്ലല്ലോ. ദൈവം ഉണ്ടാക്കിയ തന്നെയാണ്. ദൈവത്തിന് ഉത്തരവാദിത്തം ഉണ്ടല്ലോ. ദൈവത്തിന്റെ അറിവില്ലാതെ ഇല അനങ്ങൂലെങ്കിൽ പിന്നെ എങ്ങനെ അടിമത്തം ഉണ്ടാവും? അല്ല, അതായത് ഇപ്പൊ മനുഷ്യരുണ്ടായി, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പൊ മനുഷ്യന്റെ ഇഷ്ടമുള്ള പോലെ ജീവിക്കുവാണല്ലോ. അത് ദൈവം, അത് ഏതെങ്കിലും ഘട്ടത്തിൽ ദൈവം പറയണ്ടേ അതെ, അടിമത്തം തെറ്റാണെന്ന്. ഇപ്പൊ പഴയ നിയമത്തില് ദൈവമാണ് വഴി നടത്തുന്നത് മനുഷ്യരെ മുഴുവൻ, അല്ലേ? ദൈവം വഴി നടത്തുമ്പോ അടിമ സമ്പ്രദായത്തുമായിട്ട് ബന്ധപ്പെടുന്ന ആദം മുതൽ ഇങ്ങോട്ട് കഥയിൽ, ഇപ്പൊ ബൈബിൾ കഥയിൽ ഉൽപ്പത്തി മുതൽ ആദമിന്റെ മുതൽ മനുഷ്യന്റെ ചരിത്രമാണല്ലോ പറയുന്നത്. അതിനിടയിലുള്ള പ്രദേശങ്ങളിൽ പലയിടത്തും അടിമകൾ കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട്, പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. അവിടെ എവിടെയും ദൈവം അടിമത്തം ഒരു തെറ്റാണ്, ഇത് ഞാൻ ഉദ്ദേശിക്കാത്ത കാര്യം, പിന്നീട് എങ്ങനെയോ ഉണ്ടായതാണെന്ന് പറയുന്നത് കണ്ടില്ല. അല്ല, അതിലേക്കാണ് ഞാൻ വരുന്നത്. എന്റെ ഒരു വ്യൂ ഒരു ഡിഫറെന്റ് വ്യൂ ആണ്. അതായത് ഇപ്പം ഞാൻ അത് മനസ്സിലാക്കുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം മനുഷ്യന് ജീവിക്കാനും മനുഷ്യന്റെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ഫ്രീഡം ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതില് ആ സമയത്ത് നമ്മൾ സ്ലേവ്സിനെയൊക്കെ മിസ്ട്രീറ്റ് ചെയ്യുമായിരുന്നല്ലോ. അതായത് ഉപദ്രവിക്കും, അതുപോലെ തന്നെ സെക്ഷുവലി അബ്യൂസ് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനൊരു ലിമിറ്റേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ബൈബിളിൽ പറയുന്നത്. അതൊക്കെ തന്നെയാണ് ഇസ്ലാമിലും പറയുന്നത്.
അതെ, ഞാൻ ഇസ്ലാമുമായിട്ട് കമ്പയർ ചെയ്യുന്നില്ല. ഉം. ഞാനൊരു മതവിശ്വാസിയാണ്. അപ്പം ഞാൻ താങ്കളുടെ ചാനൽ കണ്ടപ്പോൾ താങ്കൾക്ക് എല്ലാം ഒരു കെട്ടുകഥ പോലെയാണല്ലോ. ഉം. മതങ്ങളെല്ലാം കെട്ടുകഥകളാണ്. ഉം. So അല്ല, അതുകൊണ്ട് നമുക്ക് ഞാൻ ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ച് ഇസ്ലാമിനേക്കാൾ ഒരു 500 വർഷത്തെ കൂടി ഇളവ് തരാം. മനുഷ്യന്റെ അറിവില് അത്രയും കൂടെ പരിമിതി ഉണ്ടാവാം. അല്ല, അതിനകത്ത് അറിവിന്റെ പരിമിതി അതിനകത്ത് വരുന്നില്ല. ഞാനത് പറയാൻ കാരണം എന്താന്ന് വെച്ചാല്, ഞാൻ ഈ സ്ലേവറി ഉണ്ട്. അതിപ്പോ ഓരോരുത്തരുടെ വ്യൂ ആണ്. നമ്മളത് വായിക്കുമ്പോൾ ആ ദൈവം എങ്ങനെ ഇടപെടുന്നു എന്തെന്നുള്ളത് നമ്മൾ എങ്ങനെ എടുക്കും എന്നുള്ളത് ഓരോരുത്തരുടെ ഉം. ഇൻട്രസ്റ്റ് ആണല്ലോ. അപ്പൊ ഞാൻ അതിനകത്ത് ഒരിക്കലും ദൈവം മറ്റേ സ്ലേവറി എൻഡോസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതായത് നിങ്ങളത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം അങ്ങനെയല്ല, എന്നെനിക്ക് അതല്ല ആ വാദമേ ഒരു എന്താ പറയാ, ഒരു ദുർബലമായിട്ടുള്ള വാദമാണ്. അതായത് സ്ലേവറി എന്ന് പറയുന്നത് ഏറ്റവും മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു വ്യവസ്ഥിതിയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. ഇല്ല. ഇല്ല. അത് തെറ്റാണ്, അതൊരു മോശം കാര്യമാണ്. എന്തുപോലെ പന്നിയിറച്ചി തിന്നത് പോലെയെങ്കിലും പറയണ്ടേ? പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞത്, ഈ സ്ലേവറി ഇന്നും ഇല്ലേ അതൊന്നും നമ്മുടെ? അതൊക്കെ നമുക്ക് മനുഷ്യര് സ്ലേവറി എന്ന് പറയണത് അതൊരു എന്താ പറയാ, ഒരു ചട്ടക്കൂടിൽ നിൽക്കുന്ന ഒരു സാധനമല്ലല്ലോ. പക്ഷെ ഈ നമ്മള് സ്ലേവറി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ വിൽക്കും വാങ്ങും ചെയ്യുന്ന തരത്തിലുള്ള ഇടപാടുകൾ ലോകത്ത് ഇന്ന് ഇല്ല എന്ന് നമുക്ക് പറയാം. പക്ഷെ അതിന്റെ അണ്ടർഗ്രൗണ്ടിൽ ഇതൊക്കെ നമ്മൾ പറയണ വെച്ചാൽ ഇതിനോടുള്ള നമ്മുടെ നിലപാട് എന്താന്നുള്ളതാണ്. സ്ലേവറി ഇൻഹ്യൂമൻ ആണെന്നുള്ളതും അത് ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്നും ഇന്ന് എല്ലാവർക്കും അറിയാം. അതെ. ഓക്കെ, അതിനോടുള്ള നമ്മുടെ ആധുനിക മനുഷ്യന്റെ നിലപാട്, സ്ലേവറി, ഏത് തരത്തിലുള്ള സ്ലേവറി, അതിന്റെ ഏത് എലമെന്റും എന്ത് ന്യായത്തിന്റെ പേരിലും അത് അങ്ങേയറ്റം കടുത്ത തെറ്റാണ്, ക്രിമിനൽ അതെ. കുറ്റമാണ്, ശിക്ഷ ലഭിക്കേണ്ടുന്ന കുറ്റമാണ്. ഉം. രാജ്യങ്ങൾ അതിനനുസരിച്ച് നിയമങ്ങൾ ഉണ്ടാക്കണം എന്നത് അന്താരാഷ്ട്ര പൊതു എന്താ പറയുക ധാരണയാണ്. ഉം. ഓക്കെ, അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഈ ആധുനിക ലോകത്ത് ഇപ്പൊ എന്താ പറയാ, ഈ മോഡേൺ സ്ലേവറി എന്ന് ഒരു അംബർല ടേമിൽ പറയുന്ന കുറെ തൊഴിൽ ചൂഷണങ്ങള്, വേറെ കുറെ കാര്യങ്ങള്, ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്രിമിനൽ ആക്ടിവിറ്റി ആയിട്ട് നടക്കുന്നുണ്ട്. അത് ഉം. ഇല്ലാതാക്കാനും അതിന്റെ എലമെന്റുകൾ എന്താണ്, എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണുള്ള ചൂഷണം നടക്കുന്നത് പഠിക്കാനും അത് എറാഡിക്കേറ്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ മനുഷ്യർ ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാണ് സന്നദ്ധ സംഘടനകൾ ഇപ്പോഴും. ഉം. അല്ലെ, ഗവൺമെന്റ് സംവിധാനങ്ങളൊക്കെ അത് നടത്തുന്നുണ്ട്. അതെ. അപ്പോ അതാണ് നമ്മളുടെ ആധുനിക സമൂഹത്തിന്റെ അടിമത്തത്തോടുള്ള സമീപനം എന്ന് പറഞ്ഞാൽ. അത് തെറ്റാണെന്നും അത് മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണെന്നും അത് ഒരു തരത്തിലും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. അങ്ങനെ ഉം. ഒരു നിലപാട് ദൈവികമായ ഗ്രന്ഥങ്ങളിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇതാണ് എന്റെ വാദം. അപ്പൊ അതെ. അപ്പൊ ലോകത്ത് നന്മ തിന്മ പഠിപ്പിക്കാൻ വന്ന ദൈവത്തിന് അടിമത്തം തെറ്റാണെന്ന് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് എന്റെ പോയിന്റ്. അപ്പൊ ഓക്കെ. അന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, അതതിന് മുമ്പേ ഉണ്ടായതാണ്, ദൈവം ഉദ്ദേശിച്ചതല്ല, അല്ലെങ്കിൽ ഈ ആധുനിക കാലത്തും ഇല്ലേ, ഈ ന്യായം ഒന്നും എന്തല്ല. ഞാനത് ന്യായമായിട്ട് പറഞ്ഞതല്ല. ഇപ്പൊ ഞാനൊരു ഉം. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഉം. പണ്ടത്തെ സ്ലേവറി എങ്ങനെയാ കൂടുതലും ഇപ്പൊ ബൈബിളില് പ്രകാരമുള്ള സ്ലേവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ യുദ്ധത്തിലെ തടവുകാര് ആയിട്ട് ഉം. എടുക്കുന്നു. ഉം. രണ്ട് ഡെപ്റ്റ്, അതായത് ഇപ്പൊ ഒരാൾക്ക് പണമായിട്ടോ ഉം. എന്തെങ്കിലും ഡെപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുന്ന ഒരു ഉം. സ്ലേവറിയാണ് കാണുന്നത്. ഉം. അപ്പൊ അവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതും വളരെ അങ്ങനെ കൃത്യമായിട്ട്. മാത്രല്ലന്നേ, അടിമ ദമ്പതികൾക്ക് ജനിക്കുന്ന കുട്ടികളെ വരുന്നു, ഉം. ട്രേഡിങ്ങിലൂടെ കൈവരുന്നു, സമ്മാനം കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നു. കൊടുക്കൽ വാങ്ങൽ അതിനകത്ത് ഇല്ല. ബൈബിളിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്രയവിക്രയം കാരണം കൈമാറ്റം ചെയ്യാൻ പറ്റും അടിമത്തം. ബാക്കിയെല്ലാം അടിമത്തം അടിമകളെ കൈമാറ്റം ചെയ്യുന്നതിൽ എന്താ കുഴപ്പം? അല്ല, അങ്ങനെ ബൈബിളിൽ പറയുന്നില്ല. നമ്മള് അതായത് പുറപ്പാട് 21:16 തന്നെ ഒരാളുടെ പറയുന്നുണ്ട്. കയ്യിലുള്ള അടിമയെ വേറൊരാൾക്ക് കൈമാറ്റം ചെയ്യാൻ പാടില്ല, വിൽക്കാൻ പാടില്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ. കാരണം വാങ്ങിയാൽ എന്നുള്ള പ്രയോഗം ബൈബിളിലില്ലേ? അങ്ങനെയല്ല. അത് ഞാൻ അതായത് പറഞ്ഞേ, ഇന്ന ഇപ്പൊ നമ്മള് പ്രദേശത്ത് നിന്ന് ഒരു സാധാരണ അടിമയെ ഉള്ള. വാങ്ങി, അല്ല, ഞാൻ ചോദിക്കുന്നത് അടിമയെ വാങ്ങി കൊണ്ടുവന്നാലുള്ള കാര്യങ്ങൾ പറയുന്നില്ലേ? ഉം. അല്ല, വാങ്ങിക്കൊണ്ടുവരിക എന്ന് പറയുമ്പോ അടിമയെ വാങ്ങുന്നില്ലല്ലോ. നമ്മൾ വാങ്ങുന്ന കാര്യം വാങ്ങുന്ന മീൻസ് ബൈബിളിൽ പറയുന്നുണ്ട്. ഉണ്ടോ? ഉണ്ട്. കാരണം അതിനകത്ത് അതെ, വിൽക്കുന്നില്ല. അതെ, വിൽപ്പനയെ കുറിച്ച് പറയുന്നില്ല. വാങ്ങുന്ന കാര്യം പറയാന്ന് പറയുമ്പോ അപ്പുറത്ത് വിൽപ്പന ഉണ്ടല്ലോ. അത് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, അതായത് അല്ലെങ്കിൽ ഇപ്പൊ ദൈവം വിൽപ്പന ഇല്ലീഗൽ ആണെങ്കിൽ വാങ്ങലും ഇല്ലീഗൽ ആണല്ലോ. അല്ലാതെ അത് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല്, നമ്മുടെ ഈ പുറപ്പാടിൽ നമ്മൾ ഈ പറയുന്ന നിയമങ്ങളൊക്കെ ആ ഒരു പർട്ടിക്കുലർ ജാതിക്ക് വേണ്ടി മാത്രം കൊടുത്തിരിക്കുന്നതാണ്. അതൊരു അതായത് ഇപ്പോ ഇളവായിട്ട് പറയുന്ന അതാണ് ആ പർട്ടിക്കുലർ ജാതിക്ക് കൊടുത്തത്. എങ്ങനെ ഞാനിതൊക്കെ ഒരു 2-3 തവണ വായിച്ച ഓർമ്മയിലാട്ടോ പറയുന്നത്. മനസ്സിലായി. ഞാൻ അങ്ങനെ അല്ല, ഞാൻ പറഞ്ഞ ഖുർആനിലെ എന്താന്ന് പുറകെ ഇപ്പൊ കൂടിയ ഞാൻ പോലെ ബൈബിളിന്റെ പുറകെ കൂടിയില്ല, സമയം കിട്ടിയിട്ടില്ല.
ആ അല്ല അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നിൽക്കുന്ന ഒരു സമ്പ്രദായത്തില് അങ്ങനെ മറ്റവര് മോശമായിട്ടുള്ള ആ പെരുമാറുന്ന ന്യായം രീതികളെല്ലാം അതിൽ നിന്ന് അല്ലല്ല, ആ ന്യായം നമ്മൾ ദൈവത്തിന് ആ ഒരു ആനുകൂല്യം കൊടുക്കാൻ കഴിയില്ലേ? കാരണം ദൈവത്തിന്റെ ഞാൻ ഞാൻ സൃഷ്ടികളായിട്ടുള്ളവരാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ആ ദൈവം എന്ന് പറയുന്ന ആള് സ്ലേവറി ഉണ്ടാക്കിയിട്ടില്ല. അത് മനുഷ്യരുടെ ഇടയിൽ നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞാൻ ഒരാൾക്ക് ഒരു പൈസ ഒരാളിൽ നിന്ന് കടം മേടിച്ചു, ഉം. അയാൾക്ക് ഞാൻ കൊടുക്കാൻ പറ്റിയില്ല, ദൈ- അയാൾ ദൈ- ഞാൻ കൊടുക്കാനുള്ള ഇത് എനിക്കില്ല എന്ന് വിചാരിക്കുക. ഉം. അപ്പൊ അയാൾ എന്നെ അടിമയാക്കി. ഉം. അപ്പൊ ദൈവം വന്നിട്ട് പറയുവാണ് ഈ എന്നെ അടിമയാക്കാൻ പറ്റില്ല, അടിമ അല്ലാതെ വിട്ട് അതൊന്നും ദൈവം അവർക്കൊരു പറയണ്ട. ഇത് ഇങ്ങനെ ഒരു വ്യവസ്ഥിതി മോശമാണെന്ന് ദൈവം പറയാലോ. അപ്പൊ ദൈവമക്കളെങ്കിലും അതനുസരിക്കുമല്ലോ. അല്ല അതാ ഞാൻ പറഞ്ഞേ, ഡെപ്റ്റ് വരുമ്പോ ഓൾറെഡി ആ സമയത്ത് നമ്മൾ ഒരാളുടെ കീഴിൽ അതിന് നമ്മൾ പകരം കൂടി. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ നിയമമുണ്ട്, നമ്മൾ ഒരാളുടെ ഒരു സാധനം നമ്മൾ എടുത്ത് അത് ദൈവത്തിന്റെ കയ്യിൽ തിരിച്ചു എന്തോരം കൊടുക്കാൻ. സമ്പത്തുണ്ട്. അല്ല അങ്ങനെയല്ലല്ലോ, ദൈവം നമ്മൾ അങ്ങനെ നമ്മൾ പണിയെടുത്തല്ലേ കാശുണ്ടാക്കുന്നത്, അല്ല, ദൈവം നമുക്ക് തരുമല്ലോ. നമ്മള് പണിയെടുത്ത കാശ് ദൈവത്തിനും കൊടുക്കുന്നില്ലേ നമ്മള്? ഇപ്പൊ നമ്മൾ ദൈവത്തിന് നമ്മളെ ഈ ലോകത്ത് കർത്താവിന് സ്വത്തില്ലേ? കർത്താവിന് സ്വത്തില്ല. ഇല്ലേ? ഇല്ല, ഈ പള്ളിയുടെ സ്വത്തൊക്കെ ആരുടെ സ്വത്താ? അത് പള്ളിയുടെ സ്വത്താണ്. ആ അത് അതിന്റെ പ്രശ്നം എവിടെയാന്ന് വെച്ചാല്, അത് ഇപ്പൊ ആർക്ക്? സാറ് പറഞ്ഞതിന് ഞാനൊരു ദൈവമാർഗത്തിൽ കൊടുത്ത കറക്റ്റ് സ്വത്തല്ലേ? സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാം. ഞാൻ 2 സ്റ്റേറ്റ്മെന്റ് പറയാം. അതായത് കർത്താവ് തന്നെ പറഞ്ഞ വേർഡ്സ് ആണ്. ആ ഒന്ന് മറ്റേ ഒരു വിധവ പൈസ ഇടുന്ന സമയത്ത് കരം കൊടുക്കുന്നത് കൈസർക്ക് കരം കൊടുക്കുന്ന വിഹിതമാണോ എന്ന് ചോദിക്കും. ഉം. ഒന്ന്, അപ്പൊ പറയും കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കുക, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക. ഉം. നീ അതുപോലെ തന്നെ 2 ചോദിക്കും, നീ യഹൂദന്മാരുടെ രാജാവാണോ എന്ന് ചോദിക്കും. ഉം. അപ്പൊ പറയും എന്റെ രാജ്യം അഹീകമല്ല. ഉം. അതായത് ഈ ഭൂമിയിലുള്ളതല്ല എന്റെ രാജ്യം, എന്റെ രാജ്യം സ്വർഗരാജ്യമാണെന്നാണ് യേശുക്രിസ്തു അവിടെ പറഞ്ഞത്. ഉം. അപ്പൊ പക്ഷെ ഇപ്പൊ നമ്മൾ കാണുന്ന നമ്മുടെ പള്ളിയില് നാട്ടില് സഭകൾക്കൊക്കെ ഒരുപാട് സമ്പത്തുണ്ട്. അതൊക്കെ അതിപ്പോ നമുക്ക് ദൈവത്തിന്റെ സമ്പത്തിന്റെ സംരക്ഷണം മാത്രമാണ്, അല്ലെങ്കിൽ അതിന്റെ മേൽനോട്ടം മാത്രമാണ് ഈ സഭകളൊക്കെ നടത്തുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല അതിപ്പോ ഓരോ സഭകൾക്കും അവരുടെ നിയമങ്ങളും കാര്യങ്ങളും ഉണ്ടല്ലോ. പക്ഷെ അത് ആ, ദൈവം അതുകൊണ്ടൊന്നും ചെയ്യും. ദൈവം ഇവിടെ വന്നിട്ട് അവിടെ താമസിക്കുകയോ അല്ലെങ്കിൽ ക്രയവിക്രയ അല്ല, കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ. പറഞ്ഞത് ഒരു അടിമ ഉണ്ടാവുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ ദൈവമാർഗത്തിലുള്ള സമ്പത്ത് കടം തീർക്കാൻ, ദൈവ വിശ്വാസിയുടെ കടം തീർക്കാൻ ഉപകരിക്കാലോ. അതിനൊന്നും നമുക്ക് എന്റെ പോയിന്റ് എന്താന്ന് വെച്ചാല്, കാലഘട്ടത്തിൽ ഉണ്ടായോ, എന്നുണ്ടായി, അതൊന്നുമല്ല. ഈ വ്യവസ്ഥിതിയോട് ദൈവം എന്ത് നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ്. അത് തെറ്റാണെന്ന് സൂചിപ്പിച്ചിട്ടുണ്ടോ? ഇതാണ് ചോദ്യം. അത് തെറ്റാണെന്നല്ല, പക്ഷെ ദൈവം ഇതുവരെല്ലാം അത് വിടുവിച്ചിട്ടുണ്ട്. ഇപ്പൊ തെറ്റാണെന്ന് പറയാത്ത കാലത്തോളം ഇസ്രായേൽ അത് മക്കള് അംഗീകരിച്ചു എന്നുള്ളതാണ്. സ്ലേവറിയിലായിരുന്നല്ലോ, ഈജിപ്ഷ്യൻ അതാണ്. സ്ലേവറിയിലായിരുന്നല്ലോ. ഉം. അപ്പൊ അവരെ അവിടുന്ന് വിടുവിച്ചുകൊണ്ട് വന്നതിന് ശേഷം ഉം. പറയുന്നുണ്ട്, നിങ്ങളും ഒരു കാലത്ത് അടിമകളായിരുന്നു, അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവരോട് നിങ്ങൾ അങ്ങനെ ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടിമകളാക്കരുതെന്നോ? അങ്ങനെയാണെങ്കിൽ അടിമകളാക്കുന്ന പിന്നെ യഹൂദ മതത്തിലും ക്രിസ്ത്യാനിറ്റിയിലും അടിമകൾ ഉണ്ടാവാൻ പാടില്ലല്ലോ. ക്രിസ്ത്യാനിറ്റിയിലെ അടിമകളില്ലല്ലോ. അതെന്താ? ക്രിസ്ത്യാനിറ്റിയിൽ എവിടെയാണ് ബൈബിളിൽ അടിമത്തമുള്ളത്? അടിമകള് അടിമകളുടെ വ്യവഹാരം എല്ലാത്തിലും ഉണ്ട്. ഇല്ല, മറ്റേ പുതിയ നിയമത്തിൽ നമുക്ക് അങ്ങനെ ഒരു ഇതില്ല. ഞാനത് ഉണ്ടെന്നാണ് പറയാൻ എന്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കല്. ഞാൻ മെയിനായിട്ട് സാറിന്റെ അടുത്ത് ഞാനിപ്പോ സ്ലേവറി ബൈബിളിലുണ്ട്, പക്ഷെ ഉം. നമ്മൾ പൊതുവെ കാണുന്ന രീതിയിലുള്ള ഒരു സ്ലേവറി അല്ല. അതായത് മറ്റുള്ളവരെ നമ്മളൊരു പ്രോപ്പർട്ടി പോലെ ഉപയോഗിക്കുക എന്നുള്ള രീതിയിലല്ല അവിടെ പറഞ്ഞിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. 2, ഞാൻ സാറിന് മെയിനായിട്ട് വിളിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശുക്രിസ്തു വന്നിട്ട് പഴയ നിയമം കംപ്ലീറ്റ് ചെയ്യാനാണ് വന്നതെന്ന് പറയുന്നുണ്ടല്ലോ. ഉം. സാർ പറഞ്ഞിരുന്നു, ഒരു ഉം. ലേഡി വിളിച്ചപ്പോഴാണെന്ന് തോന്നുന്നു ആ. ലേഡിയോട് അങ്ങനെ ആ. പറഞ്ഞിരുന്നത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്നേ ഞാൻ പറഞ്ഞോളൂ. അതായത് എങ്ങനെ യേശുക്രിസ്തു തെറ്റാണോ? അത് പറയാൻ കാരണം വെച്ചാല്, ഈ നിയമങ്ങള് ഈ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്നതാണ് 3 രീതിയിലാണ് കൊടുക്കുന്നത്. ഉം. ഒന്ന് 10 കൽപ്പന. ഈ 10 കൽപ്പനയാണ് നമ്മളെല്ലാവരും, അതായത് അന്നും ഇന്നും നമ്മൾ പാലിക്കേണ്ട രീതിയിൽ വരുന്നുള്ളൂ. ഉം. മറ്റേത് അവരുടെ ഒരു സിവിൽ ലോ ആണ്. അതായത് അവരൊരു ട്രൈബാണ്, അവർക്ക് രാജാക്കന്മാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഉം. അവരുടെ ഇടയിൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഉം. ഈ ശബത്ത് ആചരിക്കുന്നതും ഉം. പെസഹ ആചരിക്കുന്ന നിയമങ്ങളും, അതുപോലെ തന്നെ ബാക്കിയുള്ള സിവിൽ ആയിട്ടുള്ള റോൾസ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ അടിമകളോട് എങ്ങനെയാണ് നിങ്ങൾ ഉം. ഒരാള് കുറ്റം ചെയ്താൽ എങ്ങനെയാണ്, ഉം. അങ്ങനെ സിവിൽ ലോസ് പറയുന്നത്. ഉം. അപ്പൊ സാറ് പറഞ്ഞ പോലെ ഇപ്പൊ യേശുക്രിസ്തു വന്നത് അത് കംപ്ലീറ്റ് ചെയ്യാനായിരുന്നെങ്കിൽ, നമ്മൾ ആ. യേശുക്രിസ്തുവിന്റെ മുമ്പിൽ ഒരു സ്ത്രീനെ കല്ലെറിയാൻ കൊണ്ടുവരുന്നുണ്ട്. ഉം. പഴയ നിയമം അനുസരിച്ച് വ്യഭിചാരിനെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നാണ്. ഉം. പക്ഷെ യേശുക്രിസ്തു പറഞ്ഞത് എന്താ? നിങ്ങളിൽ നിങ്ങള് പാപം ചെയ്യാത്ത കല്ലെറിയട്ടെ എന്ന്. നിങ്ങളുടെ പാപം ചെയ്യാത്തവര് കല്ലെറിയട്ടെ. അതുപോലെ തന്നെ യേശുക്രിസ്തുവും കല്ലെറിഞ്ഞില്ല, ഞാൻ നിന്നെ വിധിക്കുന്നില്ല.
ഉം, ഇനി മേലാൽ നീ പാപം ചെയ്യരുത്. അപ്പൊ ഉം, അത് കംപ്ലീറ്റ് ചെയ്യാൻ വന്ന ഒരാളാണെങ്കിൽ ഉം, യേശുക്രിസ്തുവാണ് ആദ്യം അതിനെ കല്ലെറിയേണ്ടത്. ഉം. ഇപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അല്ല, ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ ദൈവിക എന്താണ് ദൈവപുത്രൻ എന്നുള്ള ഇത് തെറ്റായി പോവില്ലേ? എങ്ങനെ? ഏ, ദൈവം മനുഷ്യനായിട്ട് ജന്മം എടുത്തതല്ലേ? അതെ, കർത്താവിന്റെ വചനല്ലേ അതെ, മറ്റത്, അതെ, തോറ? അതെ. അപ്പൊ ഇത് രണ്ടും എങ്ങനെ പൊരുത്തപ്പെടാം? കർത്താവിന്റെ വചനം കർത്താവിന്റെ അല്ല, മനുഷ്യരൂപം അതാണ് തന്നെ അതാണ് ലംഘിച്ചാലോ ഞാൻ അതിന്റെ പറഞ്ഞത്. അർത്ഥം എന്താ? ആ ലോ അതോ കൊടുത്തത് 3 കർത്താവിനെ തിരുത്താൻ വേണ്ടി കർത്താവ് വീണ്ടും ജന്മം എടുത്തു എന്നാണോ? അല്ല. അതാ ഞാൻ പറഞ്ഞത്. അത് 3 രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അത് ഉം. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മാത്രം കൊടുത്തിരിക്കുന്ന ഒരു സിവിൽ ലോ ആണ്. അല്ല, ഇത് എല്ലാ ആണ്. എല്ലാ ജനതയ്ക്കുള്ള നിയമമാണെന്നാണ് ബൈബിളിലുള്ളത്, പഴയ അല്ല. നിയമത്തിലുള്ളത്. അല്ല. അല്ലേ? 10 കമാൻഡ്മെന്റ്സ് മാത്രമേ അങ്ങനെയുള്ളൂ. അത് എവിടുന്ന എനിക്ക് അതിന്റെ ക്ലാരിറ്റി കിട്ടാൻ? എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് തരുമോ? കാരണം നമുക്ക് അല്ല, ഈ പുറപ്പാട് 10 കമാൻഡ്മെന്റ് മാത്രമാണ് എല്ലാ കാലത്തേക്കുള്ളത് എന്നും ബാക്കിയുള്ളത് സിവിൽ നിയമമാണ് എന്ന് പറഞ്ഞാൽ അത് കാലാകാലങ്ങൾ പരിഷ്കരിക്കണം എന്നല്ല അർത്ഥം. ഓഫ് കോഴ്സ് ആണ്. അങ്ങനെയാണോ? അതെ. അങ്ങനെയുള്ള ഒരു അധ്യാപനം ബൈബിളിലുള്ളതായിട്ട് എന്റെ അറിവിലില്ല. ഉണ്ടെങ്കിലൊന്ന് എനിക്ക് അയച്ചു തരൂ. ഞാൻ അപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതെല്ലാ കാലത്തേക്കുള്ള ഈ ഖുറാനിൽ പറയുന്ന പോലെ തന്നെ സാധനം അതിനകത്തുണ്ട്. മാറ്റമില്ലാതെ തുടരേണ്ട ദൈവിക നിയമമാണെന്ന് പറയുന്നത്. മാറ്റമില്ലാതെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ആ ദൈവം തന്നെയാണല്ലോ മനുഷ്യനായിട്ട് വരുന്നത്. ഉം. അപ്പൊ അത് ഇതിനെല്ലാത്തിനും അത് വൈരുദ്ധ്യാണ്. ഒരു ഉടമ്പടിയാവും. വൈരുദ്ധ്യമല്ല, ഒരിക്കലും അല്ല. കാരണം അത് ഉം. ഓൾറെഡി നേരത്തെ പറഞ്ഞിരിക്കുന്നതാണല്ലോ. എന്ത്? ഈ പഴയ നിയമത്തിൽ തന്നെ യേശുക്രിസ്തു വരും എന്നുള്ളത് പഴയ നിയമത്തിൽ ഓൾറെഡി അല്ല, നിയമങ്ങൾ പറഞ്ഞിരിക്കുന്നതാണ്. പരിഷ്കരിക്കുന്നല്ലോ പറയണേ. എങ്ങനെ നിയമങ്ങൾ മാറ്റം വരും, പരിഷ്കരിക്കും, പുതിയ നിയമം കൊണ്ടുവരുന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഓഫ് കോഴ്സ് അതായത് ബൈബിള് പരിഷ്കരണമുണ്ട്. അതായത് ഒത്തിരി ജൂതന്മാരോട് കാര്യങ്ങളിൽ യേശു പറയുന്നത്. പരിഷ്കാരം വന്നിട്ടുണ്ട്. അതായത് ഇപ്പം പഴയ നിയമത്തിൽ നമ്മൾ വ്യഭിചാരം ചെയ്താലേ അത് വ്യഭിചാരം ആവുന്നുള്ളൂ. ഉം. പുതിയ നിയമത്തിൽ വരുമ്പോൾ നമുക്കത് കാണാം. നമുക്ക് ഒരു സാക്ഷി സ്ത്രീയെ വേണം. സാക്ഷി വേണമെന്നല്ല. ഉം. നമ്മളൊരു സ്ത്രീയെ ആ ഒരു രീതിയിൽ നോക്കിയാൽ തന്നെ അത് വ്യഭിചാരത്തിന് ഉം. തുല്യമായിട്ടാണ് പറയുന്നത്. ഉം. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളിൽ മാറ്റം അതതിന്റെ വന്നിട്ടുണ്ട്. വിശദീകരണല്ലേ? വിശദീകരണമല്ല, പുതിയ നിയമങ്ങൾ. അതായത് ഞാൻ അതാ പറഞ്ഞു, ബൈബിളിൽ അല്ല, നമ്മൾ വായിക്കുമ്പോൾ പുതിയ നിയമങ്ങൾ കൂട്ടിച്ചേർക്കുന്നത് ഓക്കെ. വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി, അത് പറയാൻ വേണ്ടി ദൈവം വന്നു, അത് മനസ്സിലാക്കാം. അല്ല. ദൈവം ആദ്യം പറഞ്ഞ നിയമങ്ങള് അത് എല്ലാ കാലത്തേക്കുള്ളതാണെന്ന് ബൈബിളിൽ ഉണ്ടെന്നാണ്, പഴയ നിയമത്തിൽ ഉണ്ടെന്നാണ് എന്റെ ധാരണ. എന്റെ അറിവും അതായത് അതാണ്. അത് ഇതൊക്കെ നമ്മളത് ആദ്യം അതിന്റെ വായിപ്പിക്കുങ്ങൾ എന്നെ കൊണ്ട്, അതാണ് സംഭവം. അല്ലല്ല കോണ്ടെക്സ്റ്റ് മനസ്സിലാവാതിന്റെ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ദൈവം ആദ്യം മനുഷ്യനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ദൈവം അവരോട് പറയുന്നുണ്ട് ഇങ്ങനെ ജീവിക്കണം എന്ന പല കാര്യങ്ങളും പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അബ്രഹാമിനാണ് ഈ നിയമം കൊടുക്കുന്നത്. അബ്രഹാമിന്റെ സന്തതികൾക്കും വേണ്ടി മാത്രമായിട്ടാണ് ഈ നിയമങ്ങൾ കൊടുത്തിരിക്കുന്നത്. 10 കമാൻഡ്മെന്റ്സ് നമുക്ക് ഇപ്പോഴും പുതിയ നിയമത്തിലുള്ളവർക്കും ബാധകമാണ്. അത് മാത്രമേ നമ്മളിപ്പോ ഫോളോ ചെയ്യുന്നുള്ളൂ. മറ്റേതൊരു സിവിൽ ലോസ് ആണ്. അതായത് അവരുടെ ഇടയിൽ അവർക്ക് രാജാവ് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ഞാൻ കൊടുത്തിരുന്ന ചോദിക്കുന്നത്, ലോ ഈ സിവിൽ മാത്രമാണ്. ലോസ് ഇത്രയും ഈ ജനതയ്ക്ക് മാത്രം, അതായത് യഹൂദ ജനതയ്ക്ക് മാത്രം ഉള്ളതാണെന്നും പുതിയ യേശുവിന്റെ ജനതയ്ക്ക് ഇത് നിയമം ബാധകമല്ല എന്നും നമുക്ക് എവിടുന്ന മനസ്സിലാവുക? അത് നമ്മൾ പുതിയ നിയമം തന്നെ വായിക്കുമ്പോൾ മനസ്സിലാവാമല്ലോ. അതായത് നമ്മൾ അങ്ങനെ പുതിയ സ്പെസിഫിക് ആയിട്ട് നിയമത്തിലേക്ക് എവിടെയും വരുമ്പോൾ പറഞ്ഞിട്ടുണ്ടോ? നമുക്കത് വായിച്ചു വരുമ്പോൾ എന്റെ നമുക്ക് മനസ്സിലാവും. മനസ്സിലാക്കലിൽ അതായത് ഞാൻ പഴയ നിയമം ആ നിയമങ്ങളെ, ദൈവ നിയമങ്ങളെ ലംഘിക്കാൻ വന്നവനല്ല, സ്ഥാപിക്കാൻ വന്നവനാണെന്ന് യേശു പറയുന്നതായിട്ടാണ് എന്റെ അറിവ്. അതെ, ആ, അതിനകത്ത് അത് തന്നെ 10 നമ്മൾ കമാൻഡ്മെന്റിന്റെ മാത്രമാണ് പറയുന്നത് അതെന്തുകൊണ്ടെന്നറിയോ, നമുക്ക് നമ്മൾ എങ്ങനെ അറിയാൻ പഴയ പറ്റും? നിയമവും പുതിയ നിയമവും നമ്മൾ ഇന്റർകണക്ട് ചെയ്യണം. അതായത് പഴയ നിയമത്തില് നമ്മൾ അഗ്രചർമ്മം കട്ട് ചെയ്യുന്നതാണ്. പുതിയ നിയമത്തിൽ ക്രിസ്ത്യാനികൾ ആരും അത് ചെയ്യുന്നില്ല. അല്ല, അത് ഞാൻ ചോദിക്കുന്നത്, അതൊക്കെ തിരുത്തപ്പെടേണ്ടതാണ് എന്ന മതനിയമം ഉണ്ടെങ്കിലേ അത് നമുക്ക് എവിടുന്ന് കിട്ടും? അത് ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ഈ നിങ്ങൾ എനിക്ക് ആ പൗലോസ്, അതായത് കോട്ടിങ്സ് ഒന്ന് അയച്ചു തരുമോ? പുതിയ നിയമത്തില് അതാ പറഞ്ഞത്, ഇത് ഇതെല്ലാം ഒറ്റയടിക്ക് പറയുന്നതല്ല. നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുമ്പോൾ പൗലോസ് പുതിയ നിയമം എന്ന് പറയുന്നതെല്ലാം ഓരോ സഭയ്ക്കും അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ എഴുതിയതും പിന്നെ ബാക്കിയുള്ളവർ ഓരോ സഭകൾക്ക് എഴുതിയ നിയമങ്ങളാണത്. അപ്പൊ ഈ അതായത് ദൈവത്തിന്റെ പഴയ നിയമങ്ങൾ മനുഷ്യര് പരിഷ്കരിച്ചെടുത്തതാണ്. അല്ല, അത് ദൈവികമായതുകൊണ്ടാണല്ലോ നമ്മൾ അല്ല, ബൈബിളിൽ അത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ദൈവികമായിട്ടുള്ളത് എന്ന് പറഞ്ഞത് യേശു പറഞ്ഞതായിട്ട് ഞാനുള്ളത്, ഞാൻ തോറയിലെ നിയമങ്ങൾ സത്യപ്പെടുത്താൻ വന്നതാണ്, സ്ഥാപിക്കാൻ വന്നതാണെന്നല്ലേ, പൂർത്തീകരിക്കാൻ. പഴയ നിയമം തോറ എന്ന് പറയുന്നില്ല. പഴയ നിയമം പഴയ നിയമത്തിലുള്ളത്. അതെ, ആ പഴയ നിയമത്തിന്റെ ആ 10 അതിൽ ഈ 10 കൽപ്പനകളാണ് ഞാൻ കൽപ്പനകൾ പറയുന്നത്. മാത്രമാണ് എവിടുന്ന് കിട്ടും? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതെങ്ങനെയാ നമ്മൾ കൺഫേം ചെയ്യുന്നത്?
അങ്ങനെ ഒരു അതാ വചനം ഉണ്ടോ? അങ്ങനെ വചനം അതാണ് ഞാൻ പറഞ്ഞത്. നമ്മള് ഒരു ബുക്ക് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ അതിന്റെ ഒരു കോണ്ടക്സും കാര്യങ്ങളെല്ലാം നമ്മൾ വായിക്കുമല്ലോ. അപ്പൊ അങ്ങനെ നമുക്ക് വായിച്ച് ഈ പുറപ്പാട് തൊട്ട് തന്നെ വായിച്ചാൽ മതി. ഇപ്പൊ ഈ ഞാൻ പുറപ്പാടിനകത്ത് വായിച്ചത് തന്നെ എനിക്ക് അങ്ങനെ മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. പുറപ്പാട് 20 ഭാഗം തൊട്ട് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകാം. നമുക്ക് അത് ആ ഒരു പർട്ടിക്കുലർ ആൾക്കാർക്ക് വേണ്ടി മാത്രമേ ഉള്ളതാ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പുതിയ നിയമത്തിൽ ഒരു കോട്ടും കൂടെ, ഗലാത്യർ 3:28. അപ്പൊ 3:28 പറയുന്നുണ്ട്, അതായത് ദൈവത്തിന്റെ മുമ്പില് യഹൂദനൊന്നുമില്ല, ജാതിയൊന്നുമില്ല, അതുപോലെ തന്നെ സ്ലേവ് ഒന്നുമില്ല, ഫ്രീ ആയിട്ടുള്ള ഒരാളൊന്നുമില്ല, ആണോ പെണ്ണൊന്നുമില്ല, എല്ലാവരും ക്രിസ്തുവിൽ ഒരുവൻ അത്രയെന്നാണ്, ഒരേപോലെയാണ്. അപ്പൊ അങ്ങനെ ഒരു പണ്ടത്തെ പോലെ, അപ്പൊ പണ്ട് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ദൈവം ഈ ഇസ്രായേൽ മക്കളെ മാത്രമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളവരെ ഒന്നും ദൈവം കൺസിഡർ ചെയ്തിട്ടില്ല. പക്ഷെ പുതിയ നിയമം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതെല്ലാ ജനതയിലേക്കും വന്നു. അതാണ് യേശുക്രിസ്തു പറഞ്ഞ ഈ സുവിശേഷം നിങ്ങൾ എല്ലാ രാജ്യത്തിലും പോയി അറിയിക്കാനായിട്ട് പറയുന്നത്. അപ്പൊ അന്ന് ഒരു ലിമിറ്റഡ് ആയിരുന്നു. ദൈവം പർട്ടിക്കുലർ അതിനെ ചൂസ് ചെയ്യാൻ ഒരു റീസൺ ഉണ്ട്. ബിക്കോസ് ദൈവം ആദ്യം ഒരു പ്ലാൻ ഇട്ടു, അതായത് യേശുക്രിസ്തു ഇത് അപ്പൊ ജനിക്കും ദൈവം എന്നുള്ളത് ഓൾറെഡി ഭയങ്കര പാർഷ്യാലിറ്റി കാണിച്ചു എന്നുള്ളതാണ് തന്റെ സൃഷ്ടികളിലെ ഒരു വിഭാഗത്തോട്. കാണിച്ചിട്ടുണ്ട്. അതിന് തീർച്ചയായും അവരുടെ ആക്ഷൻസ് കൊണ്ട് തന്നെയാണ്. അതായത് എന്ത് ആക്ഷൻ? അവരുടെ മറ്റുള്ളവരുടെ ഇടയിൽ അവരുടെ ചൈൽഡ് സാക്രിഫൈസ് ഉണ്ടായിരുന്നു. എങ്ങനെ? അതേപോലെ തന്നെ അല്ല, ഈ പ്രശ്നങ്ങൾ മുഴുവൻ, ഞാനത് ഇസ്ലാമിന്റെ കഥയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ പ്രശ്നങ്ങൾ മുഴുവൻ, ഈ പൈശാചികത മുഴുവൻ ഉണ്ടാക്കിയെടുത്തത് ദൈവം തന്നെയല്ലേ? അല്ല, ഏഹ്. അത് മനുഷ്യന്റെ, ഇപ്പൊ ഞാൻ എന്റെ അല്ല, അപ്പനും അമ്മയും നമ്മുടെ എന്നെ ഇപ്പം ആദമിനെ പിന്നെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കാൻ കാരണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ആ അത് പിശാചല്ലേ? അത് പിശാചാണ്. പക്ഷെ പിശാജ് അത് ആരുടെ അവിടെ സൃഷ്ടിയാണ്? ദൈവത്തിന് റോൾ ഇല്ലല്ലോ. ദൈവം അവരോട് ചെയ്യരുതെന്ന് പറഞ്ഞ് അവർ ചെയ്തു. അല്ലല്ല, പിശാജ് ദൈവത്തിന്റെ സൃഷ്ടിയാണോ? അതെ, പിശാചിനെ സൃഷ്ടിച്ച ദൈവം? പിശാച് സൃഷ്ടിച്ചത് എങ്ങനെയാണെന്ന് അറിയാലോ. അതായത് ദൈവം ആദ്യം ഉണ്ടാക്കുന്നത് മോശമായിട്ട് ആരെയും ഉണ്ടാക്കിയില്ല. ദൈവം മനുഷ്യർക്കുള്ളതുപോലെ തന്നെ ദൈവത്തിന്റെ ദൂതന്മാർക്കും ഫ്രീ വിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ പിശാച് ദൈവത്തെക്കാൾ വലിയവനാണെന്ന് ചിന്തിച്ചപ്പോഴാണ് അവിടെ ഈവിൽ ഒറിജിനേറ്റ് ആവുന്നത്. ദൈവത്തിന്റെ കൈപ്പഴയല്ലേ അപ്പൊ അത്? അതെങ്ങനെ കൈപ്പഴയാവുന്നേ? ദൈവത്തിന്റെ ഒരു സൃഷ്ടി ദൈവത്തിനേക്കാൾ വലിയവനാണെന്നുള്ള ഒരു ചിന്ത വരുമ്പോ, ദൈവം ആ ചിന്ത ഇല്ലാതെ ജീവിക്കാൻ സാധ്യതയുള്ള ഒരു ജനതയെ തെറ്റിലേക്ക് വലിച്ചിടാൻ വേണ്ടിയിട്ട് അയാളെങ്ങനെ ഫ്രീ വില്ല് കൊടുത്തിട്ട് ഓപ്പൺ ആക്കി വിടാൻ പാടില്ലല്ലോ. അല്ല, അതിപ്പോ ദൈവത്തിന്റെ നമ്മള് കണ്ണിന്റെ മുന്നിലല്ലേ മനുഷ്യനെ പഴപ്പിക്കുന്നത്. അതെ. അപ്പൊ ദൈവം ഞാനതാ പറഞ്ഞേ, ഈ അതൊക്കെ ദൈവം എന്ന് ദൈവത്തിന്റെ പറയുന്നത് തീരുമാനമല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതും മറ്റുള്ള സൃഷ്ടികളെ എന്തിനു സൃഷ്ടിച്ചു എന്നുള്ളതിന് എനിക്ക് ഉത്തരവില്ല. എന്തുകൊണ്ട് അവരെ സൃഷ്ടിച്ചു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബൈബിള് പറയുന്നില്ല. എന്തുകൊണ്ടെന്നുള്ളതല്ല, പൈശാചികത സൃഷ്ടിക്കുകയും ചെയ്തു. പൈശാചികത അല്ല, അങ്ങനെയല്ല. ഇപ്പൊ നമ്മള് വെളിച്ചത്തെ നമ്മൾ മറയ്ക്കുമ്പോ ഇരുട്ടുണ്ടാവും എന്ന് പറഞ്ഞ പോലെയാണ്. നമ്മൾ നല്ലത് ചെയ്തില്ലെങ്കിൽ അത് തിന്മയാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഒരാളുടെ തിന്മ, ദൈവത്തിന്റെ സൃഷ്ടിപ്പിൽ ഒരു സൃഷ്ടിയായിരുന്ന പിശാച്, ആ പിശാചിന്റെ ഒരു തെറ്റ്, അതിന്റെ പാപഭാരം നിരാലംബരായ മറ്റൊരു വിഭാഗം സൃഷ്ടികൾ എന്തിനു അനുഭവിക്കണം? അത് അതാണ് ഞാൻ പറഞ്ഞത്. ഈ പിശാച് ദൈവം ഓൾറെഡി, ഇപ്പൊ ഞാൻ പറയും, ഇപ്പൊ എന്റെ അടുത്ത് എന്റെ ഫാദർ പറഞ്ഞു ഇന്നൊരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞു. വേറൊരാൾ, എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ട് ഞാൻ ആ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് ഞാൻ അതിന്റെ ശിക്ഷ അനുഭവിക്കണമല്ലോ. അപ്പൊ ദൈവത്തിന് പിന്നെ നിയന്ത്രണങ്ങളൊന്നുമില്ല. അതാ, അവിടെ ദൈവത്തിന് നിയന്ത്രണം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഫ്രീ വില്ലില്ലല്ലോ. ഇപ്പൊ ഞാൻ എന്റെ മോൻ ഒരു തെറ്റ് അവൻ എല്ലായിടത്തും പോകുന്നിടത്ത് എല്ലാം കയറി ഞാൻ ഇടപെടുവാണെങ്കിൽ എന്റെ മകന് അവിടെ സ്വയമായിട്ട് ചിന്തിച്ച് ചെയ്യാനുള്ള ഒരു ഫ്രീ വില്ല് അവിടെ ഇല്ലല്ലോ. ദൈവത്തിന് മുന്നറിവുണ്ടോ? എങ്ങനെ? ഉണ്ട്. ത്രികാലജ്ഞാനുണ്ടോ? ഉണ്ട്. അപ്പൊ ഇവനിങ്ങനെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇവന് പ്രശ്നം ഉണ്ടാക്കുന്ന ദൈവത്തിന് അറിയാമായിരുന്നിരിക്കും. അതെ. എന്നിട്ട് ദൈവം അവനായിട്ടിരുന്നോ? അല്ല, അതാ ഞാൻ പറഞ്ഞ, ഇപ്പൊ നമുക്ക് ഒരു കാര്യം, ഇപ്പൊ ഞാൻ പറയാം, അത് നമ്മൾ ഒത്തിരി ലോജിക്കൽ റീസണിങ്ങിലേക്ക് പോകേണ്ടി വരും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനിപ്പോ ഒരാള്, എന്റെ കുട്ടി അവനറിയാം, ഇപ്പൊ അവനോട് പറയണം നീ തീ കയ്യിലിട്ട് മീൻസ് കൈ പൊള്ളൂന്ന് പറയുന്നു. അവൻ ഏതെങ്കിലും ഒരു സമയത്ത് പോയി ചെയ്യുമ്പോ അവൻ പൊള്ളുമ്പോ അവൻ അത് മനസ്സിലാക്കും. നമ്മളെപ്പോഴും എല്ലായിടത്തും പോയിട്ട് നമുക്ക് അവനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പൊ അന്ന് പറഞ്ഞ പോലെ നമ്മളത് പറയാനുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കും. അത് അവന്റെ ഓരോരുത്തന്റെ, അല്ല, അത് നമ്മളെ പോലെ തന്നെയാണ്. ദൈവത്തിന്റെ അതേ സാദൃശ്യത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ പോലെ എല്ലാ കഴിവുകളും. എങ്ങനെ?
പിശാചിനെ അങ്ങനെയല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യനെയാണ് ദൈവം ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യനെ അല്ല, പിശാചിനെ എങ്ങനെ സൃഷ്ടിച്ചിട്ടുണ്ടാവുക? അത് ബൈബിളിൽ പറഞ്ഞിട്ടില്ല എങ്ങനെയാ സൃഷ്ടിച്ചേക്കുന്നുള്ളത്. അത് ദൈവത്തിന്റെ ഒരു സൃഷ്ടിയാണ്. ദൂതന്മാരും നല്ലതുകൊണ്ട് ആ കൂട്ടത്തിൽ ദൂതന്മാർ തന്നെയുള്ള മീൻസ് മാലാക ബാക്കിയുള്ള. എന്നുള്ള കൺസെപ്റ്റ് അല്ലേ? അതെ അതെ. ഉം. അപ്പൊ അതിനകത്ത് ഒരു വലിയ വ്യത്യാസമൊന്നുമില്ല കൂട്ടം ആൾക്കാര് ഇസ്ലാമിന്റെ സ്വന്തം കഥയായിട്ട്. ക്രിയേറ്ററിനെ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എന്റെ ഇസ്ലാമിന്റെ മകനെ ഞാൻ പൊളിറ്റിക്കൽ ആപ്ലിക്കേഷനിൽ മാത്രമേ ചെറിയ വ്യത്യാസമുള്ളൂ. ഈ കഥകളിൽ ഉം. വലിയ വ്യത്യാസമൊന്നും ക്രിസ്ത്യാനിറ്റി ഇസ്ലാമും തമ്മിലില്ല. ഇല്ല, അത് ഓഫ് കോഴ്സ് അങ്ങനെയാണല്ലോ. അതായത് ഇപ്പൊ ഒരു കഥ ഞാൻ ഇങ്ങനെയും ചിന്തിച്ചൂടെ? അതായത് ശരിക്കും ഒരു കഥ ഉണ്ടായിരുന്നു, മനുഷ്യകുലം ഇത്രയും വന്നു കഴിഞ്ഞപ്പോ പല 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 കഥകളായിട്ട് മാറുന്നതാണെങ്കിൽ അങ്ങനെ ആയിക്കൂടെ? അങ്ങനെ ആവാം. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി സാറേ നേരത്തെ എപ്പോഴും പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ ഒന്ന് സ്ലേവറിയാണ്. ഞാൻ സ്ലേവറിനെ വെളുപ്പിക്കാനോ അതിനൊന്നും അല്ല വിളിച്ചത്. ഞാൻ പറഞ്ഞു യേശുക്രിസ്തു അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് സപ്പോർട്ട് തെറ്റാണെന്ന് ചെയ്യാൻ എനിക്ക് മീൻസ് തോന്നുന്നു. ഒരു നന്മ തിന്മകൾ ഈ പറഞ്ഞു കൊടുക്കാൻ വരുന്ന ആള് ആ നാട്ടിൽ അന്നുള്ളതിൽ വെച്ച് ഏറ്റവും മോശമായിട്ടുള്ള ഒരു വ്യവസ്ഥിതി, അതിനോട് മൗനം പാലിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ മൗനം കൊണ്ട് അതിനകത്ത് അനുവദിച്ചു വേറൊരു എന്നാണ്. ഫാക്ടറും കൂടെ ഉണ്ട്. അതായത് ഇപ്പം യേശുക്രിസ്തു വന്നത് അടിമകളെ മോചിപ്പിക്കാനോ അല്ലെങ്കിൽ യേശുക്രിസ്തു വന്നത് എന്തിനാന്ന് പറയുന്നുണ്ടല്ലോ. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ തന്നെയാണ് യേശുക്രിസ്തു വന്നത്. അതിന് യേശുക്രിസ്തുവിന്റെ മരണത്തിന് ശേഷമാണ് ബാക്കിയുള്ള ജാതികളിലേക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ ദൈവത്തിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഏദൻ തോട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു റിലേഷൻ, അതായത് ദൈവം സ്വന്തം മക്കളെ പോലെ ഉണ്ടായിരുന്ന, അതായത് അന്ന് മരണമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, എല്ലാം നല്ല രീതിയിൽ പോകുന്ന ആ ഒരു റിലേഷൻ തിരിച്ചു കൊണ്ടുവരാന്നുള്ളത് മാത്രമാണ് ദൈവത്തെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ്. അതായത് ഇപ്പം ദൈവം എന്ന് പറയുന്ന ആള് മനുഷ്യനെ സൃഷ്ടിച്ചു. അവർക്ക് വളരെ അശക്തനുമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് നിങ്ങൾ പറയുന്നത്. അവിടെ ദൈവത്തിന്റെ ശക്തിക്കൊന്നും അവിടെ പ്രശ്നം വരുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം, നമ്മുടെ മുമ്പിൽ നമ്മുടെ ചോയ്സ് അനുസരിച്ച് ഒരു സൃഷ്ടിയെ പിശാചിന് പിഴപ്പിക്കാൻ അനുവദിക്കുകയും എന്നിട്ട് അതിന്റെ പേരിൽ അവർ ശിക്ഷിക്കപ്പെടുകയും എന്നിട്ട് അതിലൊരു ജനവിഭാഗത്തെ പ്രത്യേകമായിട്ട് ദൈവത്തിന്റെ മക്കളെ തെരഞ്ഞെടുക്കുകയും അങ്ങനെ വിവേചനം കാണിക്കുകയും എന്നിട്ട് അവരെ ഇതേ ദൈവത്തിന്റെ കൈപ്പിഴയിൽ നിന്നുണ്ടായി വന്ന പൈശാചികതയിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി ദൈവം കഷ്ടപ്പെടുകയും ചെയ്യുമ്പോഴേ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെന്ന്. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ എനിക്കൊരു ഭാര്യ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മളുമായിട്ട് കമ്പയർ ചെയ്യരുത് ദൈവത്തെ. നമ്മൾക്ക് ഇപ്പൊ ഭാവി അറിയില്ല. അല്ല, അവിടെ ഞാൻ ഭാവിയുടെ കാര്യമല്ല പറയുന്നത്. ഇപ്പൊ എനിക്കൊരു ഭാര്യയുണ്ട്. എനിക്ക് വിശ്വസ്തതയുള്ള ഒരാളാന്ന് വിചാരിക്കാം. അപ്പൊ എനിക്ക് വിശ്വസ്തതയുള്ള ഭാര്യയാണെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും എന്റെ വീട്ടിലിരുത്തണം എന്ന് നിയമമില്ലല്ലോ. അവൾക്ക് അവളുടെ ഇഷ്ടം പോലെ അവൾക്ക് പുറത്തു പോകാം, ആൾക്കാരായിട്ട് ഇടപെടാം. പക്ഷെ ആ ആള് എന്റെ അടുത്ത് അവിശ്വസ്തത കാണിക്കുന്നത് അത് എന്റെ കുറവോ അല്ലെങ്കിൽ എന്റെ കുഴപ്പം കൊണ്ടല്ല. അത് നമ്മളെയും ദൈവത്തെ കമ്പയർ ചെയ്താൽ മൊത്തം ലോജിക്ക് തെറ്റും. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഈ പറഞ്ഞ പോലെ മനുഷ്യന്റെ പരിമിതികൾ എന്ന് പറയുന്നത് നമുക്ക് മുൻകാലങ്ങളെ കുറിച്ച് അറിയില്ല. നമ്മൾ അങ്ങനെ ലോജിക്ക് പറയുമ്പോൾ നമ്മൾ ഒത്തിരി ലോജിക്ക് പറയേണ്ടി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ സ്കൂളില് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ, ഒരു ലോജിക്ക് ചോദിക്കട്ടെ. ബൈബിളിലെ എത്രാമത്തെ ദിവസമാണ് സൂര്യനെ സൃഷ്ടിക്കുന്നത്? അത് ഞാൻ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ദൈവം അവിടെ ഭൂമിയെ സൃഷ്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ പറയുന്നുണ്ട്, ഓൾറെഡി അവിടെ വെളിച്ചമുണ്ട്. അതായത് ഒരു ദിവസത്തെ കുറിച്ച് കുറിക്കുന്നത് എങ്ങനെയാണ്? ഉഷസ്സുമായി സന്ധ്യയുമായി. അങ്ങനെ അത് 24 മണിക്കൂറിന് ഒരു കണക്ക് അവിടെ പറയുന്നില്ല. അപ്പൊ അതിനകത്ത് അതായത് ഓൾറെഡി ദൈവം സൃഷ്ടിച്ച സമയത്ത് അവിടെ വേറെ ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ടാകും. സൂര്യൻ വേണമെന്നില്ല. സൂര്യൻ ഉണ്ടാവുന്നതിന് മുൻപ് താൽക്കാലികമായിട്ടൊരു ടെമ്പററി ഇപ്പൊ നമ്മള് സയന്റിഫിക് ആയിട്ട് നമ്മൾ ചിന്തിച്ചാലും നമുക്ക് അറിയാലോ, സൂര്യൻ മാത്രമല്ല നമുക്ക് വെളിച്ചം തരുന്ന നക്ഷത്രങ്ങളുള്ളത്. ഭൂമിയിൽ സൂര്യൻ മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അതിന്റെ പൊസിഷൻ എല്ലാം മാറുന്നുണ്ടല്ലോ. ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതല്ല. അപ്പൊ ദൈവം പറയുന്നത് എന്താന്ന് വെച്ചാല് മനുഷ്യർക്ക് താമസിക്കാനും മനുഷ്യരുടെ കാലത്ത് അത് വളരെ കൃത്യമായിട്ട് അവിടെ പറയുന്നു. മനുഷ്യന്റെ കാലം അതുപോലെ തന്നെ സീസൺ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉതകാൻ വേണ്ടിയിട്ടാണ് ദൈവം അവിടെ സണ്ണിനെയും മൂണിനെയും സൃഷ്ടിക്കുന്നതെന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് അത് എപ്പോഴാണ് സൃഷ്ടിക്കുന്നത്? ഭൂമിയെ സൃഷ്ടിച്ചു. ഈ ഭൂമിയാണല്ലോ നമ്മൾ ജീവിക്കുന്ന ഭൂമിയെ സൃഷ്ടിക്കുന്ന ഭൂമിയെ കുറിച്ച് തുടക്കം തന്നെ പറയുന്ന ഭൂമി പാഴായിട്ട് ഓൾറെഡി ഭൂമി ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സൃഷ്ടിപ്പിന്, അതായത് മനുഷ്യനെ സൃഷ്ടിക്കുന്ന സമയത്തിന്റെ കാര്യം പറയുന്നതിന് മുന്നേ ഭൂമി അവിടെ ഉണ്ട്. ഭൂമി ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. അതുകൊണ്ടാണ് അവിടെ ഭൂമി പാഴായും ശൂന്യമായിട്ട് ഇരുന്നു എന്ന് പറയുന്നത്.
അപ്പോ അതുപോലെ നമ്മൾ ഇതുപോലെ തന്നെ പിന്നീട് അങ്ങോട്ട് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അതായത് ഭൂമിയെ സൃഷ്ടിച്ചത് പാർപ്പിനായി, അതായത് ഇൻഹാബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭൂമിയെ സൃഷ്ടിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു ഡാർക്ക് ടൈം ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ബൈബിൾ അവിടെ പറയുന്നത് നമുക്കറിയില്ല. അപ്പൊ ഭൂമി അവിടെ പാഴായും ശൂന്യം. അപ്പൊ അതിന് മുന്നേയും അവിടെ എന്തെങ്കിലും ഉണ്ടായിരിക്കാം. ക്രിയേഷൻ എന്ന് നമുക്ക് പറയുന്നില്ല. പക്ഷെ സൂര്യനായിരുന്നിരിക്കുമോ? അല്ലല്ല, സൂര്യനെ സൃഷ്ടിക്കുന്നത് ഡെഫിനറ്റ്ലി ആ പറയുന്ന നമുക്കിപ്പോ ദിവസം, നമ്മുടെ അതായത് നിലവിലുള്ള ഭൂമിയുടെ ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത് സൂര്യൻ മാത്രല്ലേ? ആണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അതായത് ദൈവം അവിടെ അപ്പൊ ഈ ഭൂമിയെ ഭൂമി സൃഷ്ടിക്കുകയാണ്, അവിടെ ഒരു മേക്ക് ഓവർ ഈ ഭൂമി നടത്തുവാണ്. സൃഷ്ടിച്ചിട്ട് നമ്മള് രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം അല്ലേ സൂര്യനെ സൃഷ്ടിക്കുന്നത്? അതെ, അപ്പൊ എങ്ങനെ ഉഷസ്സായി സന്ധ്യയായി? ഞാനതാ പറഞ്ഞ വേറൊരു ലൈറ്റ് സോഴ്സ് ആണ്. ഇപ്പൊ ഭൂമിയുടെ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ജൂപ്പിറ്ററിന് നമ്മുടെ ഭൂമിയുടെ പോലെ ഒരു ടൈം അല്ല. അവിടെ ലൈറ്റ് എത്തുന്നുണ്ട്, അവിടെ സമയം തീർക്കുക. അതായത് നമ്മുടെ ഒരു ദിവസം പോലെയല്ല. അവിടെ എനിക്ക് തോന്നുന്നു എത്രയോ ഒരു മാസം സൂര്യനിൽ നിന്നുള്ള ലൈറ്റ് എത്തുന്ന കാര്യമല്ലേ പറയുന്നത്? ആണ്. അപ്പൊ അവിടെ അതുപോലെ വേറൊരു നക്ഷത്രം ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. നക്ഷത്രം അല്ലെങ്കിൽ ലൈറ്റ് സോഴ്സിന്റെ കാര്യം അവിടെ പറയുന്നുണ്ട്. എന്നിട്ട് ഭൂമിക്ക് വേണ്ടി മാത്രം സെപ്പറേറ്റ് ആയിട്ട് സണ്ണിനെ മൂണിനെ സൃഷ്ടിച്ചു എന്നാണ് അവിടെ പറയുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ രീതിയിൽ ഇപ്പോഴത്തെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ. പറഞ്ഞ ജൂപ്പിറ്ററിനൊക്കെ സൺ അല്ലാത്ത വേറെ ലൈറ്റ് സോഴ്സ് ഉണ്ടെന്നാണ് നിങ്ങൾ പറഞ്ഞത്? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അതായത് ഓൾറെഡി അവിടെ വേറൊരു ലൈറ്റ് സോഴ്സ് ഉണ്ടാവാം. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ലൈറ്റ് ഇപ്പൊ ഈ എഴുതിയ ആൾക്കും അറിയാലോ, സൂര്യൻ ഇല്ലാണ്ട് അവിടെ വെളിച്ചം വരുന്നില്ല എന്ന് അയാൾക്കും അറിയാലോ. കഥ എഴുതുന്ന ആള് ലോജിക്ക് നോക്കൂലല്ലോ. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് നമ്മുടെ മുൻവിധിയല്ലേ. കഥ എഴുതുന്ന ആളുകൾ കഥയിൽ ലോജിക്ക് ആവശ്യമില്ലല്ലോ. അല്ല, അത് നമ്മുടെ മുൻവിധിയായിട്ട് ഞാൻ പറയുള്ളൂ. ഇപ്പൊ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചോദിച്ചാല്, ഇപ്പൊ എല്ലാവർക്കും ഓരോ കഥകളിൽ വിശ്വാസമുണ്ട്. ഇപ്പം ശാസ്ത്രം എന്ന് പറയുന്ന ഒരു വലിയൊരു കഥയുണ്ട്. ഞാൻ കഥ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ എവല്യൂഷനെ ഒരു പരിധി വരെ അംഗീകരിക്കുന്ന ആളാണ്. പക്ഷെ അവര് പറയുന്ന രീതിയിൽ, അതായത് മനുഷ്യന്റെയും കുരങ്ങന്റെയും ഒരു കോമൺ ആൻസെസ്റ്ററിൽ മൈക്രോ ലെവലിലാവാം. അതെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർവിനിയൻ, നമ്മൾ മെയിൻ ആയിട്ട് ഡാർവിൻ ആണല്ലോ എവല്യൂഷൻ പറയുന്നത്. അത് ഓഫ് കോഴ്സ് ഉണ്ടാവില്ല. നമുക്കത് ഞാൻ പറഞ്ഞത്, ശാസ്ത്രം എന്ന് പറയുന്നത് നമുക്ക് കാണുന്നതും അത് റിപ്പീറ്റബിളും ആയിരിക്കണം, ഒബ്സർവബിളും ആയിരിക്കണം. മൈക്രോ ലെവലിൽ ഉണ്ട് എന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ബോധ്യപ്പെടാമെങ്കിൽ മാക്രോ ലെവലിൽ ഉണ്ടായിരിക്കാം എന്നതല്ലേ ലോജിക്ക്? ഈ പറയുന്ന പോലെ തന്നെയല്ലേ നമ്മുടെ ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞത്. അതായത് ഭൂമി ഉണ്ടാക്കുന്നതിന് മുന്നേ അവിടെ ലൈറ്റ് സോഴ്സ് ഉണ്ട്. ദൈവം ഭൂമിക്ക് വേണ്ടിയിട്ട് ലൈറ്റ് സോഴ്സ് ഉണ്ട്. അതാണ് അവിടെ പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ വളരെ കൃത്യമായിട്ട് അവിടെ സന്ധ്യയായി ഉഷസ്സായി എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സൂര്യന് സമാനമായ വേറൊരു സോഴ്സ് ഉണ്ടായിരിക്കാം. അന്ന് ചിലപ്പോ ഈ സൂര്യൻ ഉള്ള പോലെ അത്ര അടുത്തുള്ള ഒരു ലൈറ്റ് സോഴ്സ് ആവണമെന്നില്ല. അതായത് അന്നത്തെ ഈ ക്ലൈമറ്റ്, ഡെഫിനറ്റ്ലി സൂര്യന്റെ പൊസിഷൻ ആണല്ലോ നമ്മുടെ ക്ലൈമറ്റും ഇതെല്ലാം തീരുമാനിക്കുന്നത്. ഇപ്പോ ദൈവം നമ്മുടെ മനുഷ്യർക്ക് ഇന്നത്തെ അതൊക്കെ ഓരോ ആളുകളുടെ ലോജിക്കിനനുസരിച്ചിരിക്കട്ടെ. അതെ, അല്ല ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഓരോ മുൻവിധികളും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ബാക്കി അതൊക്കെ നമ്മളൊരു മുൻവിധിയില് ഇപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, എനിക്ക് ആ കഥയിൽ എനിക്ക് വിശ്വാസമില്ല എന്ന് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. മുൻവിധി എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയിൽ വിശ്വസിക്കുന്നവർക്ക് മുൻവിധി, അത് ശരിയാണെന്ന് ശാഠ്യം പിടിക്കുന്നവർക്ക് മാത്രമേ മുൻവിധിയുടെ ആവശ്യമുള്ളൂ കേട്ടോ. അതെ, അത് നേരെ തിരിച്ചും അങ്ങനെ തന്നെയല്ലേ. ഇപ്പൊ അത് എല്ലാം കഥയാണെന്ന് പറയുന്നവർക്ക് മുൻവിധിയല്ലേ. ബോധ്യമായിട്ടാണ് പറയുന്നത്. അത് കഥയാണെന്നുള്ള മുൻവിധിയോട് കൂടിയല്ലേ ഇതൊന്നും സമീപിക്കുന്നത് നമ്മള്. ആണെന്നോ അല്ലെന്നോ? മുൻവിധിയോടെ അല്ല നമ്മൾ ഈ ഗ്രന്ഥങ്ങളെ ഒന്നും സമീപിക്കുന്നത്. അതെ, ഗ്രന്ഥങ്ങളിൽ നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോയിട്ട് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ഇത് കഥയാണെന്ന് മനസ്സിലാവുന്നത്. അതെന്തുകൊണ്ടാണ് കഥയാവുന്നത്? അതേ ഞാൻ ചോദിക്കുന്നത്. ഇതേപോലത്തെ സംഭവങ്ങളുണ്ട്. അപ്പൊ ഞാനും അതുപോലെ ഒരു കഥയാണ് പറഞ്ഞത്. മറ്റേ മനുഷ്യനും കുരങ്ങിനും ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടെന്ന് പറയുന്നത് അതേപോലെ ഒരു കഥയാണ്. ആരും കണ്ടിട്ടില്ല. തന്നെയല്ല, ഒത്തിരി ഇടയിൽ ഒത്തിരി മിസ്സിംഗ് ലിങ്ക്സ് ഉണ്ട്. അതൊക്കെ ഓരോ ആളുകളുടെ ലോജിക്കിനനുസരിച്ച് എടുക്കാമെന്ന് പറയാം. വിശ്വാസം പോലെ തന്നെ എടുക്കാം, കുഴപ്പമില്ല. വിശ്വാസം പോലെ വിശ്വസിക്കണോ അതല്ല അത് ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കണോ എന്നൊക്കെ ഉള്ളത് ഓരോ ആളുകളുടെ ചോയ്സ് അല്ലേ. അതെ. അങ്ങനെയുള്ളൂ. എനിവേ, അപ്പൊ ഓക്കെ, താങ്ക് യു.